സിറ്റികളിൽ കാണുന്ന മെന്റൽ ഡിസോർഡറുകളിൽ മെയിനായി കാണുന്ന ആങ്സൈറ്റി ഡിപ്രഷന്റെ കൂടെ കാണുന്ന ഒരു മെന്റൽ അവസ്ഥയാണ് സ്കിസോഫ്രീനിയ. അവരെപ്പോഴും ഇമോഷണലി അലൂഫ് ആയിരിക്കും, ഒറ്റപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ചെയ്യും. റിയാലിറ്റിയും അൺറിയാലിറ്റിയും തമ്മിൽ അവർക്ക് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല. ടീനേജുകളിൽ നിന്നും ഇതിന്റെ ടെൻഡൻസി കണ്ടു തുടങ്ങും. അതിൽ കാരണം പറയുന്നത് ഒന്ന് സിറ്റീസിലുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, പിന്നൊന്നാണ് ചെറുപ്പകാലത്തിൽ ഉണ്ടായ അബ്യൂസുകളും കാര്യങ്ങളും, ഡ്രഗ് അഡിക്ഷൻ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് പറഞ്ഞാൽ ഒന്ന് തോട്ട് എക്കോ, അതായത് അവനവന്റെ ചിന്തകൾ തന്നെ നമുക്ക് തന്നെ കേൾക്കുക. പിന്നെ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്, അതായത് അവനവന്റെ ചിന്തകൾ ബാക്കിയുള്ളവർ കേൾക്കുമോ എന്നുള്ള തോന്നൽ. സോഷ്യലി വിഡ്രോ ആവുന്നു, മ്യൂട്ടിസം, എപ്പതി, അങ്ങനെ മിണ്ടാതെയാവുന്നു. സോഷ്യൽ കണക്ഷൻ ഫുള്ള് വിഡ്രോ ചെയ്ത് അബ്സോർബ്ഡ് ആവുകയാണ്. ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള സ്കിസോഫ്രീനിയ സോഷ്യൽ വിഡ്രോവിലൊക്കെ ആയിരിക്കും കൂടുതലും കാണാം. ഏറ്റവും എളുപ്പത്തിൽ ആൾക്കാർ ഫൈൻഡ് ഔട്ട് ചെയ്യുക പാരനോയിഡ് ആയിരിക്കും. കാരണം സംശയരോഗം, എസ്പെഷ്യലി ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നല്ല സംശയരോഗമായിരിക്കും. സ്കിസോഫ്രീനിയ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർ അസസ്മെന്റ്, കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യുക. ഡ്രഗ് അഡിക്ഷനോ അങ്ങനത്തെ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക. ആൻഡ് ഇതിൽ യൂഷ്വലി തെറാപ്പീസ് എടുക്കുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് യൂഷ്വലി അലോപ്പത്തിക് സൈക്കാട്രിക് ഡ്രഗ്സ് ആണ് കൊടുക്കുക. എനി മെന്റൽ ഇൽനസ് യോഗ ഈസ് വെരി എഫക്റ്റീവ്. നല്ല ജീവിത സാഹചര്യം, നല്ല ജീവിത ശൈലി, ഇത് രണ്ടും എന്തായാലും വേണം. അതിന്റെ കൂടെ ഇത് അൺകൺട്രോളബിൾ ആണെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യമാണ്. ആയുഷ് സിസ്റ്റത്തിൽ വളരെ കുറവാണ് സൈഡ് എഫക്ട്സ്. ഹോമിയോപ്പതി ഇസ് വെരി സേഫ് ആൻഡ് ഇഫക്റ്റീവ് മെഡിസിൻ.